നമ്മൾ രാവിലെ എണീച്ച കണി കാണാന്ന് പറയില്ലേ, അതുപോലെ നമ്മളിന്ന് വൈകുന്നേരം മൂരാട് പാലത്തുമ്മലെത്തിയേരം ഫസ്റ്റ് കണ്ട കണിയാട്ടോ ഈ ഒരു വലിയ ചെമ്പല്ലി. അതിൻ്റെ വലുപ്പം കണ്ടെങ്കിൽ ഇവർ ഈ ഒരു ചെരുപ്പിനെ കാണാൻ വലുപ്പമുണ്ട് കേട്ടോ. ഇവർ രണ്ടാളും കൂടി ഇത് വിൽക്കാൻ കൊണ്ടുപോകുക. നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂത്തിരട്ടേന്നും പറ്റിയതാ. ജയിച്ചേട്ടൻ ഇവിടുന്ന് മത്തിയൊക്കെ കൂത്തിടുന്നുണ്ട് കേട്ടോ. വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ മൂരാട് പാലത്തുമ്മ ചെന്ന് നോക്കുന്നേരം എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നൊരാളും അവിടെ മടങ്ങിപ്പോയിക്കില്ല. കണ്ട ഓരോരുത്തർ ചൂണ്ടേമേൽ ഓരോ മീൻ വന്ന് കെണിയുന്നുണ്ടെങ്കിൽ നമ്മളും അധികാരമൊന്നും കാത്തു നിൽക്കില്ലേ. ഫസ്റ്റ് ചൂണ്ട ഇട്ടവിടെ നമുക്ക് കിട്ടിയതാ ഒരു ചെറിയൊരു ചെമ്പല്ലി. ആരും ഒന്നും കിട്ടാണ്ടില്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ട് മീൻ. ചേച്ചേട്ടൻ്റെ ചൂണ്ടയിൽ പിന്നെയും ഒന്ന് കിട്ടിയിട്ടോ, രണ്ടാമത്തെ മീൻ. ഈ ചെമ്പല്ലി കൊലപ്പോടെ ഇറങ്ങിയതാന്ന് തോന്നുന്നു. ചെറുതും വലുതുമായിട്ട് എല്ലാവരും ചൂണ്ടയിലും വന്ന് കൊത്തുന്നുണ്ടേ. ഇന്നൊരു 5:30 ശേഷമായിട്ട് നമ്മൾ പാലത്തുമ്മലേക്ക് പോയ ഒരു 7 മണി വരെയൊക്കെ അവിടെ നിന്നിക്ക്. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാർക്കും ഞമ്മക്കും എല്ലാവർക്കും ചെമ്പല്ലി തന്നെ. രാത്രിയായിട്ട് നിങ്ങൾ കണ്ടോ മൂരാട് പാലത്തുമ്മൽ ചൂണ്ടയിടുന്ന ആൾക്കാരെ തിരക്ക്. പാലത്തുമ്മന്ന് എല്ലാവരും പിടിക്കുന്ന മീൻ ഈ ഒരു പീടികയിൽ കൊണ്ടുവച്ചിട്ടോ വിൽക്കുക. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ചെമ്പല്ലി കണ്ടില്ലേ, ഞാൻ കണിയെന്ന് പറഞ്ഞേ, ആ ചെമ്പല്ലി ഇവരിവിടെ കൊണ്ടുവച്ച് വിറ്റാന്നേ. പക്ഷെ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ ആരൊക്കെയോ വാങ്ങിക്കൊണ്ടുപോയി കേട്ടോ. അത്രയും പെട്ടെന്ന് അവിടുന്ന് ഇങ്ങനെ മീൻ ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ നിൽക്കുന്നത്. ആർക്കെങ്കിലും ഫ്രഷ് നമ്മളെ മൂരാട് പുഴയിലെ ഫ്രഷ് മീൻ വേണമെങ്കിൽ മൂരാട് പാലത്തിന് അടിയിലുള്ള ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി കേട്ടോ. നമ്മളെ വീഡിയോസെല്ലാം ഈ ഒരു ഷോപ്പിലുള്ള ബ്രോ കാണലുണ്ടെന്ന് പറഞ്ഞിട്ടോ. എന്നോട് മൂപ്പര് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന മീൻ ഇതുപോലെ ഇവിടെ കൊണ്ടുതന്നാൽ പോരേന്ന്. മീൻ ഇവിടെ കൊണ്ടുതന്ന് വിറ്റാൽ ഞാനെന്ത് കൂട്ടുമെന്ന് ചോദിച്ചിട്ടോ. ഞാൻ ചെമ്പല്ലിയും ഏരിയയിലും ഒരു പ്രാവശ്യം കൂട്ടിയാലില്ലേ പിന്നെ നമ്മൾ കിട്ടിയ ഒഴിവാക്കൂല. ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു സംഭവം സെയിലായി പോകുന്നുണ്ട് കേട്ടോ. ഒരാൾ വന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കിന് സംഭവം ഇവിടുന്ന് വേഗം പോകുന്നുണ്ട്. ഫ്രഷ് മീനല്ലാണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഞണ്ടിനെ കയ്യും കാലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നില്ലേ, അതും പീടിയെ കൊണ്ടിട്ടാണ് വിൽക്കുന്നത്. ഇവലാണ് ഇത് മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കൊക്കെ കയറ്റി അയക്കുന്നത്. രാത്രി ആയതിനെ കൊണ്ട് നമുക്ക് കിട്ടിയ 2 ചെമ്പല്ലിയും കൊണ്ട് നമ്മൾ തിരിച്ച് പോകാം കേട്ടോ വീട്ടിലേക്ക്.